ഞാനിവിടുന്ന് പോയ സമയം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളെ ഈ നഗരത്തിൽ വന്നത്. ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് തണ്ട ഗാന്ധിച്ചേട്ടൻ്റെ പടിയുള്ളതുകൊണ്ട് കാക്ക തുറൂല. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, ചേച്ചിമാരെ, സഹോദരി സഹോദരന്മാരെ, പാറപടയിൽ പാറ പൊട്ടിക്കുമ്പോൾ വലിയ ഒരു കല്ലിന്റെ കഷ്ണം വന്ന് വീണ് എൻ്റെ സുഹൃത്തിന്റെ 2 കൈകളും 2 കാലുകളും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. എന്തെങ്കിലും തരണേ, സഹായിക്കണേ ചേട്ടാ, ചേച്ചിമാരെ. ഇവിടെ നിന്ന് കണ്ടാൻ പറ്റൂല. ഇവിടെ നിന്ന് കണ്ടിക്കോളാം. ഇവിടെ നിന്ന് കണ്ടാനും പറ്റില്ല. എന്നാ ഞാൻ നടന്നു കണ്ടിക്കോളാം. നടന്ന് നിന്ന് ഇതൊന്നും കണ്ടാൻ പറ്റില്ലടാ. കൊച്ചി യാചക നിരോധിത മേഖലയാണ്. ഇവിടെ പിച്ചക്കാരെ കൊണ്ട് ഞങ്ങൾ ദണ്ഡിക്കില്ല. ഇവിടെ തന്നെ ഞങ്ങളുണ്ട്, പോരാത്തിന് പോലീസുകാരും ഉണ്ട്. എന്റെ പൊന്ന് സാറേ, എന്റെ 2ാം നിലയുടെ വാർക്കപ്പണി നടന്നുകൊണ്ടിരിക്കുക. അത് തീരുന്നെങ്കിലും എന്നെ തെണ്ട അനുവദിക്കണം പ്ലീസ്. ഞാനൊരു പാവപ്പെട്ട. നീ 2 നില കിട്ടിയാ? എന്താ നിന്റെ പേര്? തെണ്ടുൽക്കർ. ക്രിക്കറ്റ് കളിക്കാരൻ. അത് സച്ചിൻ തെണ്ടുൽക്കർ. ഇത് വിക്കാത്ത തെണ്ടുൽക്കർ. മോനെ പിച്ചേ, നീ ഇവിടെ സ്ഥിരമായിട്ട് തെണ്ടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ ഒപ്പിച്ച് തരാം. ആയിക്കോട്ടെ. അത് ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു സംഭാവന ചെയ്യും. ഇങ്ങോട്ട് മാറി. എന്റെ 5 പൈസ ഇല്ല. എന്റെ പൊന്നു സാറെ ഉണ്ടാഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ തരുമോ? എന്റെ പൈസ ഇല്ല. എനിക്ക് ഈ ചില്ലറ മതി. അത് പിച്ചപ്പാട്ടല്ലേ? പിച്ചക്കാരന്റെ പിച്ചച്ചാട്ടിൽ കൈയിട്ട് രച്ചു തിറങ്ങാ തെണ്ടി. എടാ തെണ്ടി അല്ലേടോ? എടാ പിച്ചക്കാരാ, എടോ തനിക്ക് ഇവിടെ തെണ്ടാനുള്ള എല്ലാ മാർഗവും ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കി തരാം. ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന നിന്നെ പോലുള്ള തെണ്ടികളാണ് ഞങ്ങളുടെ വിജയം, യഥാർത്ഥ വിജയം. ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നിന്നെ മാത്രമല്ല ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഈ ഞങ്ങൾ തെണ്ടിക്കും. അതുകൊണ്ട് നീ ഞങ്ങളുടെ സത്യാഗ്രഹ ഫണ്ടിലേക്ക് ഒരു സംഭാവന. സത്യാഗ്രഹ ഫണ്ട്. ഇത് സത്യാഗ്രഹ ഫണ്ടല്ല, ഇതിന്റെ പേര് അത്യാഗ്രഹ ഫണ്ടെന്നാ. എന്റെ കാശൊന്നുമില്ല. എടാ നീ തന്നാലും ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ തെണ്ടിക്കും. ഇവനെ ഞങ്ങൾ തെണ്ടിക്കൂടാ. എന്റെ പൊന്നു ദൈവമേ, ഈ 2 തെണ്ടികള് കാരണം മനസ്സമാധാനമായിട്ട് എനിക്ക് തെണ്ടാൻ പറ്റുന്നില്ലല്ലോ. മഹാത്മാവേ, ഇത് കണ്ടില്ലേ ഞാൻ എവിടെ പോയി തെണ്ടും. എടാ ഞങ്ങൾ തെണ്ടിക്കാടാ. പോടാ വേണ്ടി തെണ്ടി മുടിഞ്ഞു പോടാ. കൊച്ചിയിൽ യാചകരെ ഇരുത്തുക, നിരാഹാര സത്യാഗ്രഹം 1ാം ദിവസം. കൊച്ചിയിൽ യാചകരെ തുരുത്തുക, നിരാഹാര സത്യാഗ്രഹം 1ാം ദിവസം. നീ തുരത്ര എഴുതുന്ന കാണാട. എനിക്ക് ഗാന്ധിയുടെ കണ്ണാട കൊള്ള റൈബാന. ഗാന്ധിയുടെ കണ്ണട അടിച്ചു മാറ്റി. ഗാന്ധിയുടെ 2ാം മുണ്ട് കൊള്ളാം. ഗാന്ധിയുടെ 2ാം മുണ്ട് കൊണ്ടുപോയാ. ഇനി ഗാന്ധിയുടെ വടി കൊള്ളാൻ ജാഥക്ക് കൊടി കെട്ട. ഞങ്ങളുടെ ഗാന്ധിയുടെ വടി വന്നോടാ. ഞങ്ങളുടെ ഗാന്ധിയുടെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് മുഖങ്ങളെ വഞ്ചിച്ച് ജീവിക്കുന്ന നന്നെ പോലുള്ള പന്ന രാഷ്ട്രീയക്കാർക്ക് ഈ മൊട്ടത്തല ഓർമ്മ കാണില്ല. കാശിയിലും രാമേശ്വരത്തൊക്കെ പോയി നേർച്ചക്കടം വീട്ടാനായി ഭക്തന്മാർ മത്സരിച്ച് മുണ്ഡനം ചെയ്ത തലകളെ നിനക്കൊക്കെ ഓർമ്മ വരൂ. ഐ ആം ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് വന്നപ്പോ വൈക്കം കായലിലെ വെള്ളമെടുത്ത് മാറ്റി ടൺ കണക്കിന് ഉപ്പുണ്ടാക്കിയ ചരിത്രം എന്റെയൊക്കെ അപ്പനപ്പൂപ്പന്മാരോട് ചോദിച്ചാ പറയും. ബ്രിട്ടീഷുകാരന്റെ അടിമത്വത്തിൽ നിന്നും ഭാരതാംബയെ രക്ഷിക്കാൻ എന്റെ അവസാന തുള്ളി രക്തം വരെ വാർന്നൊഴുക്കിയപ്പോഴും എന്റെ മനസ്സിൽ ഒരു സ്വപ്നം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സ്വതന്ത്ര ഭാരതം, ദ ലിബറേഷൻ ഓഫ് ഇന്ത്യ. പക്ഷേ അത് നന്നെ പോലുള്ള പന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്നിവിടെ അഴിമതി നടത്താനുള്ള സ്വാതന്ത്ര്യമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമേരിക്കക്കാരന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് തൂവാലയ്ക്കുള്ളിൽ ഹവാല പണവും സൂട്ട് കേസിനുള്ളിൽ ബോഫോഴ്സ് തോക്കിടപാടിന്റെ പേരിൽ കോടികളും വാങ്ങി അമേരിക്കക്കാരനെ കാണുമ്പോ ആസനത്തിൽ വാലും ചുരുട്ടി മാതൃരാജ്യത്തെ കൂട്ടിക്കൊടുക്കാൻ നിൽക്കുന്ന എന്നെ പോലുള്ള പന്ന രാഷ്ട്രീയക്കാർക്ക് പൊളിറ്റീഷ്യൻ എന്ന പദം ചേരില്ല. യു ആർ എ തേർഡ് റൈറ്റ് ബാസ്റ്റർഡ്, ജസ്റ്റ് ലൈക്ക് എ പിം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ ഭാരതം മുഴുവൻ കുത്തിപ്പിടിച്ച് നടന്ന വടിയായത്. ഈ വടി കൊണ്ട് ഞാൻ ഒരു എറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. മോഷ്ടിച്ച് അവസാനം മോഷ്ടിക്കാൻ നിനക്കൊക്കെ എന്റെ വടിയെ കിട്ടിയുള്ളൂ. അല്ലടാ പന്ന റാസ്കൽ. ഗാന്ധി തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. CD ഇന്റർവ്യൂ ഉള്ള ആൾക്കാരൊക്കെ റെഡിയല്ലേ? എല്ലാവരും റെഡിയാണ്. ഓക്കെ. ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ?
കൊണ്ടുവന്നിട്ടുണ്ട് സാർ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടുണ്ട് സാർ. അത് എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു CID ഒരിക്കലും രഹസ്യങ്ങൾ പുറത്താക്കില്ല. Okay. അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും. Okay, ഓക്കെ. sir. ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂ. തീർച്ചയായിട്ടും വിളിക്കാം സാർ. ഒരു ശിക്കാരി ശംഭുവിനെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ. CID ഇന്റർവ്യൂ എന്നാണോ? CID ഇന്റർവ്യൂ എന്നാണോ? CID CD അല്ല, CID. എടോ CID. അതല്ല, CID. CID. ശ്ശേ. ഓക്കെ മനസ്സിലായി. ഇരുക്കോളെന്ന് പറഞ്ഞ തന്റെ പേരെന്താണ്? പേരെന്താണ്? സുരേഷ്. നോട്ട് ചെയ്യൂ. സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ പറയുമ്പോൾ സുരേഷ് PS സുരേഷ്. സുരേഷ് PS ആണോ? PS സുരേഷ് ആണോ? PS സുരേഷ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം P പിന്നെ S പിന്നെ മൊത്തത്തിൽ സുരേഷ് PS സുരേഷ് PS ആണോ PS സുരേഷ് ആണോ? സാറ് നോക്കി വട്ടത്തിൽ എഴുതുമ്പോ സുരേഷ് PS അതെ, ആദ്യം ഒരു CIDക്ക് വേണ്ടത് അക്ഷരസ്ഫുടതയാണ്. അക്ഷരസ്ഫുടതയാണ്. അക്ഷരപുഷള ഇച്ചിരി കുറവാണ്. അക്ഷരപുഷടയല്ല, അക്ഷരസ്ഫുടത. പറയാം. ആദ്യം ഒരു CIDക്ക് വേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു CIDക്കുള്ള അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അക്ഷരപുഷള ഇല്ലാത്ത സാധനം പറഞ്ഞു. എടോ, തനിക്ക് അക്ഷരസ്ഫുടത ഉണ്ടെന്നുള്ളത് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? തന്നെ ഇപ്പൊ ഞങ്ങൾ CID ആയിട്ട് എടുത്തോ. തന്റെ പേരിപ്പോൾ CID നെട്ടൂരാൻ. എന്റെ പേര് സുരേഷ് എന്നല്ലേ? ഇപ്പോ താൻ CID നെട്ടൂരാനാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ, മോഹൻലാലൊക്കെ. സിനിമയിലൊക്കെ CID നെട്ടൂരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിൽപ്പുണ്ട് അയാൾ. ഒരു കൊച്ചെന്തൊരു കിത്താവും വെച്ചോണ്ടിരിക്കുന്നത്. സങ്കല്പത്തിൽ അവിടെ ഉണ്ട്. ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു CIDയുടെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്. CID കേട്ടോ. നെട്ടൂരാനോടാണോ നിന്റെ കളി? പറഞ്ഞേ. അതായത് ഇയാളിവിടെ നിൽക്കുന്നു, താൻ CID ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലിനോട് ഞാൻ പറയണം. ഇങ്ങനെ ഈ പറഞ്ഞ അക്ഷരസ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചെയ്താ പോരെ? അതെ, ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു പ്രാവശ്യം എടോ. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. അയ്യേ, ഞാനല്ല. എന്താ മണക്കണ്ടല്ലോ? ഞാനല്ല. അങ്ങനെയാണേ സാർ ഉറപ്പാ? എന്റെ ഇങ്ങനെയല്ല. ഉറപ്പാ. ഞാനല്ല. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഒന്നുകൂടെ പറഞ്ഞു തരാം. നെട്ടൂരാനോടാണോ നിന്റെ കളി? ഇനി അങ്ങോട്ട് അകലേക്കൊന്നും പോണ്ട. ഇവിടെ നാണോടാ
നെട്ടൂനാണോണോ? നെട്ടൂരാനോടാ. നെട്ടൂരാനോടാണോടാ. നിന്റെ ഒരു മിനിറ്റ്. നെട്ടൂനാണോണോ? 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 നെട്ടൂനാണോ? ഈ ഹുമ്മ നടത്തോളയോ? ഈ ഹുമ്മ നടത്തോളയോ? ഈ ഹുമ്മ എടുത്തോളാം ഞാൻ പറയാം. ഈ ഹുമ്മ പ്രശ്നം. നെട്ടൂനാണോടാ? ഓക്കെ ഓക്കെ. ഹുമ്മ എടുത്ത് മാറ്റിക്കേ. ഹും കളഞ്ഞു. ആ ഹുമ്മ കളഞ്ഞു. ആ എന്റെ പേരെന്നാ? നെട്ടൂരാനോ. അപ്പൊ ഇവരോട് പറഞ്ഞാ പോരെ? ആ ഹുമ്മ മാറ്റിക്കേ. നെട്ടൂരാനോടാ കളി. എന്നോടാണോടാ നിന്റെ കളി? ഇത് പറഞ്ഞാ പോരെ? പിന്നെ അതിനിടയ്ക്ക് നെട്ടൂണാണോടാ അതിനടുത്ത് ഹും. എന്തിനാ ഹും? നെട്ടൂണാണോടാ. ഓക്കെ 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 ഇങ്ങനെയുള്ളൊരു ഓക്കെ. നെട്ടൂണാണോടാണോ വേണ്ട. പട്ടിയുടെ വാല് 12 കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ. മനസ്സിലായോ? അതെ, തന്റെ അക്ഷരസ്ഫുടത ഞാൻ വിട്ടു. ഇനി മനോബലം അളക്കാൻ പോവുകയാണ്. മനോബലം. മനോരമ ഇങ്ങനെ മനോബലം തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഭാര്യനെ ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഇങ്ങോട്ട് ഭാര്യനെ കൊണ്ടുവരുന്ന ആവശ്യമുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലണം. ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം. അതെ. അപ്പൊ എനിക്ക് സിഐഡിയിൽ ചാൻസ് കിട്ടും. ഒരു മനോബലം വളക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യാലോ? ഈ തോക്കും കൈ കൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ടൂണാണോടാ കളിയെന്ന് വെച്ചാൽ വെടിവെച്ച് കൊള്ളണം എന്റെ അച്ഛനെ. മനസ്സിലായോ? ആയിക്കോട്ടെ. സാർ എന്തൊരു മണ്ടത്തരവ് ചെയ്യണേ. ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ, അയാളെ വെടിവെച്ച് മറ്റേ ഭാര്യനെ വെടിവെച്ചു കൊല്ല. ഇത് സ്വന്തം തന്തേനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാ എടോ മണ്ട. എടോ അതാണ് സിഐഡിയുടെ ബുദ്ധി. എന്ത് ബുദ്ധി? ആ തോക്കിൽ ഉണ്ടയില്ല. ഉണ്ടയില്ല തോക്കുമായിട്ട് ഒരാളെ എങ്ങനെ വെടിവെച്ച് കൊല്ലും? എന്തൊരു ബ്രെയിൻ ട്യൂമർ. വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. ഉണ്ടല്ലാത്ത തോക്കോട്ടാണ് എന്നെ അച്ഛനെ അപ്പോൾ വെടിവെച്ച് കൊന്നില്ല. കണ്ടില്ലേ? വെടിവെച്ച് കൊന്നില്ലല്ലോ. വെടിവെച്ചിട്ട് ഉണ്ട വരണ്ടേ? വെടിവെച്ചിട്ട് ചത്തില്ല. ഈ തോക്കിന്റെ പാത്തിക്ക് ഒറ്റ അടിക്ക് കൊന്നു. ശവോടൊക്കെ കാണിച്ചു തരാം. Who is it?